കേരള NGO യൂണിയൻ വിദ്യാനഗർ ഏരിയയുടെ 38ാമത് വാർഷിക സമ്മേളനം കാസർഗോഡ് ഗവൺമെന്റ് ഹാളിൽ വെച്ച് നടന്നു. ഫെബ്രുവരി 12-ന് തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ചിട്ടുള്ള ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കണമെന്ന് സമ്മേളനം ജീവനക്കാരോട് ആവശ്യപ്പെട്ടു. City Gold and Diamonds, Kerala and Karnataka, the glow of purity. സമ്മേളനം യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ നോക്കൂ, എന്താണ് ഈ ഗവൺമെന്റ് ചെയ്യുന്നത്? കേന്ദ്ര ഗവൺമെന്റ് ഈ പറഞ്ഞ നയങ്ങൾക്ക് വിരുദ്ധമായി, അതിന് ബദലായി കേരളത്തിലെ ഗവൺമെന്റ് പോവുകയാണ് ഓരോ വർഷം കഴിയും തോറും. ഇന്ന് ബഡ്ജറ്റ് വരുമ്പോൾ നമ്മളൊക്കെ കൈയടിച്ചത് എന്തിനാ? നമ്മുടെ കൈയടിച്ചത് ശമ്പള പരിഷ്കരണം കിട്ടി, DA കിടിശ്ശിക കിട്ടി, അല്ലേ? മൊഡീസപ്പ് യാഥാർത്ഥ്യമായി, അത്യാവശ്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു. സഹാക്കളെ മനസ്സിനകത്തൊക്കെ ഒരു പുഞ്ചിരിയുണ്ട്. നിങ്ങൾ നോക്കൂ, കേരളത്തിലെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് വലിയ തരത്തിലേക്ക് വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട്, ആ വരുമാന വർധനവ് എന്ന് പറയുന്നത് 1,66,246 രൂപയാണ് പ്രതിശീർഷ വരുമാനം. കേരളത്തിൽ ഈ ഗവൺമെന്റ് വരുമ്പോൾ ഒരു സാധാരണക്കാരൻ്റെ പ്രതിശീർഷ വരുമാനം, ഞാൻ നേരത്തെ പറഞ്ഞ പ്രതിശീർഷ വരുമാനം കൂടി കൂട്ടി വായിക്കുക, ഇന്ന് ഒരു സാധാരണ നമ്മുടെ കേരളത്തിൻ്റെ പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത് 3,08,338 ഉയരുന്നു. വരുമാനം 47,420 കോടിയിൽ നിന്ന് 118% വർദ്ധിച്ച് 1,03,240 കോടിയിലേക്ക് കേരളത്തിൻ്റെ വരുമാനം വർദ്ധിക്കുകയാണ്. ഇത് കേന്ദ്ര ഗവൺമെൻറ് തന്ന ഔദാര്യത്തിൻ്റെ പുറത്തു നിന്നല്ല കേരളത്തിൽ ഈ പറഞ്ഞ വികസന പ്രക്രിയകൾ നടത്തുന്നത് എന്ന് ബോധ്യം വരുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ സഹാക്കളോട് പറഞ്ഞത്. 118% വരുമാനം വർദ്ധിച്ചു. ഈ കേരളത്തിലെ ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട ഭരണഘടനാപരമായി കൊടുക്കേണ്ട ആസൂത്രണ കമ്മീഷനുകൾ ഉള്ളപ്പോൾ ഈ പറഞ്ഞ തരത്തിലേക്ക് സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട വിഹിതം എന്നുള്ള തരത്തിലേക്ക്, നികുതി വരുമാനം എന്നുള്ള തരത്തിലേക്ക് കേരളത്തിൽ ലഭിക്കേണ്ട തുക അത് 3.9% നിന്ന് 1.9% വെട്ടിക്കുറയ്ക്കുന്നു. ആ വെട്ടിക്കുറവിൻ്റെ ഭാഗമായി ഏകദേശം 22,000 കോടി രൂപ ഓരോ വർഷവും ഈ കൊച്ചു കേരളത്തിന് നഷ്ടമാവുകയാണ്. നമ്മൾ ചെലവഴിക്കുന്ന തുകയുടെ 64% ഈ കൊച്ചു കേരളം വഹിക്കുകയാണ്. ഏരിയ വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ M അധ്യക്ഷത വഹിച്ചു. രമിത് PK രക്തസാക്ഷി പ്രമേയവും സതീഷ് KC അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി C പ്രദീപൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ B ബാബുരാജ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. T ദാമോദരൻ, PK വിനോദ്, B വിജേഷ്, V ജഗദീഷ്, AV റീന എന്നിവർ സംസാരിച്ചു. V പ്രശാന്തിന്റെ താൽക്കാലിക അധ്യക്ഷതയിൽ പുതിയ കമ്മിറ്റിയെയും ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. B ബാബുരാജിനെ പ്രസിഡന്റായും M രാധാകൃഷ്ണനെയും അഖില TS-നെയും വൈസ് പ്രസിഡന്റുമാരായും C പ്രദീപനെ സെക്രട്ടറിയായും രമിത് PK, സതീഷ് KC എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും ശ്രുതിമോൾ MAയെ ട്രഷററായും തെരഞ്ഞെടുത്തു. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക, സംസ്ഥാന സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾക്ക് കരുത്തു പകരുക, വാഹന ചാർജിംഗ് സ്റ്റേഷൻ സിവിൽ സ്റ്റേഷനിൽ അനുവദിക്കുക, റെയിൽവേ യാത്രാക്ലേശം പരിഹരിക്കുക, സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിലെ തകർന്ന റോഡുകൾ പുനർനിർമ്മിക്കുക, കാസർഗോഡ് മെഡിക്കൽ കോളേജ് പൂർണ്ണസജ്ജമാക്കി പ്രവർത്തനം ആരംഭിക്കുക, റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് സെന്റർ പ്രവർത്തനം പുനരാരംഭിക്കുക എന്നീ പ്രമേയങ്ങൾ അംഗീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.